വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 13 അധ്യായത്തിൽ ദൈവം വ്യാജപ്രവാചകന്മാർക്കെതിരെ കടുത്ത വിധി പ്രഖ്യാപിക്കുന്നു. അവർ സ്വന്തം മനസ്സിൽ നിന്നുള്ള കള്ളദർശനങ്ങളും പ്രവചനങ്ങളും പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ എതിർക്കുന്നു. ഇതാണ് ഈ അധ്യായത്തിന്റെ മുഖ്യ സന്ദേശം. നിങ്ങൾ ഇനി മിഥ്യാദർശനങ്ങൾ കാണുകയില്ല, വ്യാജ പ്രവചനങ്ങൾ നടത്തുകയുമില്ല. എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എസെക്കിയേൽ 13 അധ്യായം 23 തിരുവചനം. എസെക്കിയേൽ 14 അധ്യായത്തിൽ ദൈവം വ്യാജ ആരാധനയും വിഗ്രഹാരാധനയും ചെയ്യുന്ന ജനത്തെയും പ്രവാചകന്മാർക്കെതിരെയും വിധി പ്രഖ്യാപിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജെറുസലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും തുടച്ചുമാറ്റാൻ വാൾ, ക്ഷാമം, ഹിംസ്രജന്തുക്കൾ, പകർച്ചവ്യാധി എന്നിങ്ങനെ 4 കഠിന ശിക്ഷകൾ അയച്ചാൽ എത്ര അധികമായിരിക്കും നാശം. എസെക്കിയേൽ 14 അധ്യായം 21 തിരുവചനം. എസെക്കിയേൽ 15 അധ്യായത്തിൽ ദൈവം ജെറുസലേമിനെയും ഇസ്രായേലിനെയും മുന്തിരിവള്ളിയുടെ ഉപമയിലൂടെ വിധിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വനവൃക്ഷങ്ങൾക്കിടയിൽ വളരുന്ന മുന്തിരിയുടെ തണ്ടിനെ തീയിലിടുന്നത് പോലെ ജെറുസലേം നിവാസികളെ ഞാൻ കൈവെടിയും. ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കും. അവർ തീയിൽ നിന്ന് ഓടി അകന്നാലും തീ അവരെ ദഹിപ്പിക്കും. ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എസെക്കിയേൽ 15 അധ്യായം 6-7 തിരുവചനങ്ങൾ. എസെക്കിയേൽ 16 അധ്യായത്തിൽ ദൈവം ജെറുസലേമിന്റെ ആത്മീയ അവിശ്വസതയെക്കുറിച്ച് ശക്തമായ ഉപമകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നു. സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തയായി, എന്തെന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പൂർണ്ണത നൽകി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് നിന്റെ കീർത്തിയുടെ ബലത്തിൽ നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. ഏതു വഴിപോക്കനുമായും നീ വേശ്യാവൃത്തിയിൽ മുഴുകി. 16 അധ്യായം 14-15 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.